ഇവിടെ നമ്മൾ ഒരു ലേഡർ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ മണി പ്ലാന്റ് ഇങ്ങനെ കയറി പോകാനായിട്ട് ഒരു ലേഡർ നമ്മൾ റോപ്പിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വരെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോ ഇനിയുള്ള റോഡിന്റെ വീതി കണ്ടോളെ. റെഡി 1 2 3 സ്റ്റാർട്ട്. അംബ്രല ചെയ്തിട്ടുണ്ട് കേട്ടോ. അംബ്രല എന്ന് പറഞ്ഞാല് ഈ ഒരു കഴുങ്ങിന്റെ എങ്ങനെയുണ്ട് കാഴ്ച കണ്ടോളെ. ഇനിയിപ്പോ ഇതിന്റെ ഈ ഓർബിറ്റിന്റെ മേലെ എത്തിക്കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എങ്ങോട്ടാ പോന്നെ? സിനിമ കാണാനൊന്നല്ല പോന്നെ. ഇവൻ ആദ്യമേ വിചാരിക്കുന്നുണ്ട് സിനിമ കാണാനാ പോകുന്നത്, സിനിമ കാണാനാണ്. ആ നേതിക്കിനോട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. സിനിമ കാണാനൊന്നല്ല, അതായത് എടച്ചേരിയില് ഒരു അടിപൊളി ഒരു ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ബ്രിഡ്ജ് ഒന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോന്ന കേട്ടാ. അപ്പോ അങ്ങോട്ട് പോകുമ്പോ എടച്ചേരി കുറച്ച് ദൂരം ഓടാനുണ്ട്, ഒരു 2-3 കിലോമീറ്റർ ഓടാനുണ്ട്. അപ്പൊ ഞങ്ങള് അവിടെ ഓടി എത്തുന്ന സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യേ, നമ്മള് ഗാർഡനിൽ കുറച്ച് മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് അപ്പത്തേക്ക് നമ്മൾ നേരെ എവിടെ എത്തുമോ, നമ്മളെ ഓവർ ബ്രിഡ്ജിന്റെ ആ സ്ഥലത്ത് എത്തുട്ടാ. നമ്മള് പേൾ ഗ്രാസ് കുറച്ച് വാങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ കംപ്ലീറ്റ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പേൾ ഗ്രാസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് സംഭവിച്ചാല് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താ ഇവിടെ ചെയ്തേ കാണിച്ചു കൊടുക്ക്. ഇവിടെ നമ്മൾ ഒരു ലേഡർ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ മണി പ്ലാന്റ് ഇങ്ങനെ കയറി പോകാനായിട്ട് ഒരു ലേഡർ നമ്മൾ റോപ്പിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റോപ്പിൽ എങ്ങനെയാണ് ഇങ്ങനെ ലേഡർ കിട്ടുന്നതെന്നുള്ള ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ചെയ്താൽ നമ്മൾ അടുത്ത ഒരു ലേഡർ നമ്മൾ കെട്ടി കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ പിന്നെ നമ്മളിവിടെ കുറച്ച് ഹാങ്ങിങ്ങിന്റെ ചട്ടി കാര്യങ്ങളൊക്കെ പുതിയ വാങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ഓരോന്ന് നട്ടു വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അന്നത്തെ ഇതിനെക്കാട്ടും ഇപ്പോൾ സെറ്റാക്കി കേട്ടോ, പുതിയതായിട്ട് സെറ്റാക്കിയാണ് ഇതൊക്കെ. അതേപോലെ തന്നെ ഇവിടെ കണ്ട നമ്മൾ റോസ്, ഇവിടെ നമ്മളന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ റോസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ റോസ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ റോസ് വെച്ച് ഇവിടെ റോസ് വെച്ച് പിന്നെ നമ്മൾ ഹാങ്ങിങ്ങിന്റെ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ചെറിയതായിട്ട് വേര് വന്നതിന് ശേഷമായിട്ട് നമ്മൾ ഹാങ് ചെയ്യുള്ളൂ. അതേപോലെ ഇവിടെ ഒരു യെല്ലോ റോസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം വാങ്ങിയ 2 റോസ്. അതേപോലെ ഇങ്ങേ ഭാഗത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അന്നത്തെ മെന്നാത്തത്തെ പോലെ തന്നെയാണ്, ഇങ്ങേ ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്ത് എന്താണെന്നറിയാം, ഇവിടെ നമ്മളൊരു അംബ്രല ചെയ്തിട്ടുണ്ട് കേട്ടോ. അംബ്രല എന്ന് പറഞ്ഞാൽ ഈ ഒരു കഴുങ്ങിന്റെ മേൽവശത്തായിട്ട് നമ്മളൊരു അംബ്രല ചെയ്തിട്ടുണ്ട്. ഉണ്ടോ ഈ ഒരു വള്ളി നമ്മൾ വരെ എല്ലാവരും നമ്മളെ ഗാർഡനിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇനി നേരെ നമുക്ക് ഓവർ ബ്രിഡ്ജ് കാണാൻ പോവാ അല്ലേ. അപ്പൊ ഞങ്ങൾ നേരെ എടച്ചേരി ടൗണിൽ എത്താറായിട്ടോ. എന്ത് കൊടിയായത്? ചെടിക്കൊട അല്ലേ? ചെടിക്കൊട. ഇനി മഴ പെയ്താൽ ജാനൂസ് അതിനുള്ളിലൊക്കെ വരും അല്ലേ. അതുപോലെ ജാനൂസിന്റെ ഇന്ന് സ്കൂൾ വിട്ടിട്ട് ജാനൂസിന്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് എന്ന് വന്നു. ആരൊക്കെയുള്ള ജാനൂസ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. നേതിക്ക് നയോമി മെച്ചി, ഇത് രണ്ടും പിന്നെ നമ്മളെ ജാനൂസിന്റെ ഫ്രണ്ടാട്ടാ. ഇന്ന് ജാനൂസിന്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് വന്ന് ഇവന് കളിക്കാൻ ആരുമില്ല എന്നുകൊണ്ട് ഭയങ്കര പരാതിയാണ്. അപ്പൊ ആ പരാതി അങ്ങ് തീർന്നോട്ടെന്ന് വെച്ചിട്ട് നമ്മൾ എന്താക്കി, നേതിക്കിനെ നയോമിനെ ഇങ്ങോട്ട് കൂട്ടിക്കണം. ഇനിയിപ്പോ ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോക്കണം കേട്ടാ. ഇപ്പൊ ഞങ്ങൾ ഈ സന്ധ്യാ സമയത്ത് പോകുന്ന എന്താന്നറിയാ, അങ്ങോട്ട് ഭയങ്കര വെയിലായിരിക്കും അല്ലെ, ചോലയൊന്നും ഉണ്ടാവില്ലല്ലോ. അത് മാത്രമല്ല അവിടെ വേറെ കാര്യമുണ്ട്. അവിടെ സംഭവം എന്ന് വെച്ചാൽ അടിപൊളി ഓവർ ബ്രിഡ്ജ് മാത്രമല്ല, അടിപൊളി വ്യൂവും കൂടിയുള്ള ഒരു സ്ഥലമാണ്. കാണാൻ ഭയങ്കര വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പൊ അത് കാണുന്ന ആ ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സന്ധ്യ സമയത്ത് പോയാൽ മാത്രം എന്താവുള്ളൂ, ആ ഒരു വ്യൂവും കൂടി കിട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു സമയം തെരഞ്ഞെടുത്തത്. അപ്പൊ ഗൈസ് ഇതെന്താ, ഈ ഒരു റോഡ് കാണുമ്പോ നമ്മൾ എത്തുന്ന സ്ഥലമായിട്ട് നിങ്ങൾ കണ്ടോ, ഇവിടെ നമുക്ക് കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഒരു വീതിയുള്ള റോഡാട്ടോ ഇത്. അപ്പൊ ഇനി നമ്മളെ പറഞ്ഞ ഈ ഓവർ ബ്രിഡ്ജിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇത് സംഭവം മൊത്തം മാറും. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെ അല്ല നമ്മൾ വന്ന, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഇനി എത്തിപ്പെടുന്ന കേട്ടാ. അത് നമ്മൾ അടച്ചേരില്ല കേട്ടോ ഈ സംഭവമുള്ള. അവിടെ എത്തിയിട്ട് ഇതിന്റെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഓവർ ബ്രിഡ്ജ് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബ്ലോഗർമാരും പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഓവർ ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പപ്പന്റെ പണിയുണ്ട് ഇവിടെ അല്ലേ. ഒരുപാട് ആൾക്കാർ ഈ ഓവർ ബ്രിഡ്ജ് കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത്. പോലെ നമ്മള് പറഞ്ഞ സ്ഥലത്ത് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോ ഇനിയുള്ള റോഡിന്റെ വീതി കണ്ടോളെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടുത്തെ റോഡിന്റെ ഒരു വീതി കണ്ട
അല്ല സംഭവം വേറെ ലെവലിലേക്ക് മാറാൻ പോവാണ്. അല്ല എങ്ങനെയുണ്ട് കാഴ്ച കണ്ടോളാം. ഇനിയിപ്പോ ഇതിന്റെ ഈ ഓർബിറ്റിന്റെ മേലെ എത്തിക്കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ മേലെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണാൻ വന്ന സംഭവമായിട്ട് ഇപ്പോ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാനും അതുപോലെ കളിക്കാനൊക്കെ ഇപ്പൊ ഉണ്ട്. എന്താ നമ്മളിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താക്കാം, ഇറങ്ങിയിട്ട് നമ്മള് അനൂസിനും ഏദിക്കിനും നയാമിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടാ. നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേട്ടാ. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഇതാ ഈ ഒരു പാലത്തിന്റെ മുകളിലേക്ക്, പാലത്തിന്റെ മേലെ കണ്ട ഇപ്പൊ പണി തീർന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു സൈഡിലൊക്കെ ടൈൽസ് കാര്യങ്ങളൊക്കെ വിരിക്കാനുണ്ട്. അതിനുള്ള ടൈൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ എംസാൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ട കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട. ഒരുപാട് പേരിങ്ങനെ കാണാനും പിടിക്കാനൊക്കെ വരും. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ, ഓപ്പോസിറ്റ് സൈഡ് വലിയ പുഴയാട്ടോ. വലിയ പുഴ ഉണ്ടാ, എന്താ ലുക്ക് പുഴൻ്റെ. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന പുഴയാട്ടാ. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റ്. അങ്ങ് ദൂരെ എന്തുണ്ട്, ഒരു ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങ് ദൂരെയായിട്ട് മലയുണ്ട്. ഇപ്പുറത്തെ സൈഡിലെ കണ്ട കംപ്ലീറ്റ് പൂമരങ്ങളാട്ടോ. ഇതിൻ്റെ താഴ്ച എന്ന് പറഞ്ഞാൽ താഴെ ഭാഗത്ത് അടിപൊളി കാഴ്ച കേട്ടോ. താഴത്ത് ഫുള്ള് തണൽ മരങ്ങൾ. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഫുള്ള് തണൽ മരങ്ങളാട്ടോ. എങ്ങനെയുണ്ട് ഞാൻ താങ്കൾ എങ്ങനെയുണ്ട്? ഞാനും ഇഷ്ടായാ? ആ ഓർമ്മ പണ്ട് വന്ന ഓർമ്മണ്ടാ? എങ്ങനെയുണ്ട് സംഭവം? വേറെ കിടക്കച്ചേക്കില്ല ഈ ഒരു ഭാഗം കണ്ട. അതാണ് കേട്ടോ പണ്ടത്തെ നമ്മളെ റോഡ് എന്ന് പറയുന്നത്. പണ്ടത്തെ വളരെ എന്താ പറയുക, വളരെ ചെറിയ ഒരു, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2-2.5 മീറ്റർ വീതി. ഒരു നിസാന് നമ്മളെ കല്ലും വണ്ടിയില്ലേ, ആ ഒരു വണ്ടി പോകുന്ന വീതിയുള്ള റോഡാട്ടോ. അത്ര വീതിയേ ഉള്ളൂ. ഒരു വണ്ടി വന്നാൽ മറ്റൊരു വണ്ടിക്ക് അതിൽ പോകാൻ പറ്റില്ല കേട്ടോ. അത്ര ചെറിയ റോഡാണ് ആ റോഡ്. ഇപ്പം കണ്ട ഇതിൻ്റെ സൈഡിൽ ഉള്ള റോഡ് ഇപ്പം എന്താക്കിയിട്ടുണ്ട്, എൻ്റർലോക്ക് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാ. ഈ ഒരു ഭാഗത്ത് എൻ്റർലോക്ക് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാ. ഇവിടെ എൻ്റർലോക്ക് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ പുഴ ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ഈ 2 സൈഡും കൂടി ക്ലീൻ ചെയ്യാനുള്ള കേട്ടോ. അപ്പുറത്ത് വന്ന വീതിയില്ല, ആ ഒരു വീതിയിൽ ക്ലീൻ ചെയ്യണം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം കെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈഡ് നിർത്തിയതാട്ടോ. അതുകൊണ്ടാണ് റോഡ് ഇത്രയും വന്നത്. കണ്ടാ ആ ഓട്ടോറിക്ഷ വന്നുണ്ടാ, ആ ഒരു റോഡാട്ടോ അത്രയും ചെറുത്. താഴത്ത് ഇറങ്ങിയിട്ട് അങ്ങോട്ട് കൂടി ചെന്ന് നോക്കണം. വന്നുള്ള തെളിവിന് വേണ്ടിയിട്ട് ഇവരെ ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ, ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കില്ല, ഫോട്ടോ എടുക്കാൻ. പറ വിട്ടു ഓൻ ഓടിക്കോട്ടെ. ഇവിടെ വണ്ടി ഒന്നും അങ്ങനെ വരില്ല. ഞാനും എങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടാ പോന്നേ? എന്ത്? പേരെന്താ വണ്ടീനെ പറഞ്ഞു കൊടുക്കേ? എനിക്ക് ഏതെല്ലാം വണ്ടീന്റെ പേരറിയാം എനിക്ക്. പിന്നെ അറിയാലോ, ഒന്നും കൂടി അറിയാലോ. ടാറ്റ. അറ്റത്തേക്ക് എല്ലാവർക്കും നമുക്ക് ഇതിന്റെ അറ്റത്ത് വരെ ഒന്ന് നടന്നു നോക്കിയാലോ എല്ലാവരും കൂടി. ധ്യാനിസേ അറ്റത്തേക്ക് കിടക്കുക. എന്താ പറ്റിയേ? നമ്മളിങ്ങനെ നടന്ന് നേരെ അതിന്റെ ടേണിങ്ങിൽ എത്തിയേട്ടാ. ടേണിങ്ങിൽ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്. എന്താ ഈ ഒരു സംഭവം വേറെ ലെവലിലാണ് ഇതിന്റെ ഒരു മൊത്തം വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങോട്ട് കണ്ടോ, അടിപൊളി കാഴ്ച. നയം എങ്ങനെ ഇഷ്ടമായി അവിടെ വന്നിട്ട്? എനിക്ക് ഇഷ്ടായിക്കാ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മള് നേരത്തെ ഇനി പറഞ്ഞ പോവാന്നല്ലേ എത്തു. നേരത്തെ അന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു രസം കിട്ടില്ലല്ലോ. പറഞ്ഞു ഇപ്പൊ ഈ സംഭവം ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വരണം കേട്ടാ. നമ്മളെ കുട്ടികളെ ഫുള്ള് ഹാപ്പി ആയിട്ടാ, ഫുള്ള് ഹാപ്പിയാ. വണ്ടി ഇങ്ങനെ വരുന്നോണ്ട് എന്താ വെച്ചാൽ കൈ പിടിക്കണം, അല്ലെങ്കിൽ ഒരു ഓടിയിട്ടുണ്ടെ ഭയങ്കര പ്രശ്നമാണ്. വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്തായാലും ഇതിന്റെ അപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ ഇപ്പോൾ ഈ അയ്യപ്പ വിളക്കുണ്ട്. അയ്യപ്പ വിളക്ക് ഇപ്പൊ മണ്ഡലകാലമായതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ അയ്യപ്പന്റെ ഭജനയും അതുപോലെ തന്നെ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്റെ തൊട്ടപ്പുറം തന്നെ അമ്പലം ഉണ്ട് കേട്ടോ. ആ ഒരു അമ്പലത്തിൽ ഇന്ന് വിശേഷ ദിവസം തോന്നുന്നു. ഇന്ന് അവിടെ പാട്ട് കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. എന്താ സംഭവം? എക്സ്പോ. ഇവിടെ കണ്ട ഇവിടെ ഇവിടെ ഫുൾ ഇതാ. രാനുസ ഓടല്ലേ തെന്നി പോ. വണ്ടിയെല്ലാം വരുമ്പോ ഓടിയപ്പോ ഒരു പ്രശ്ന കേട്ടാ. ഓടറാ ഇതാ, ഓടരുത് കേട്ടാ.
ഇവിടെ കണ്ടോ ഗൈസ്, ഇവിടെ ഫുൾ ഇന്റർലോക്കാണ്. ഇവിടുന്ന് നമ്മളെ പുഴേൻ്റെ 2 സൈഡ് കൂടി, ഈ ഒരു പുഴേൻ്റെ 2 സൈഡ് കൂടി റോഡുണ്ട് കേട്ടോ. ഇവിടെ നോക്ക് ഫുൾ ഇന്റർലോക്ക് കേട്ടോ വെച്ചേ. ഇത് നേരെ ഇങ്ങോട്ടേക്ക് കളിയാമ്പള്ളി ഓർക്കാട്രി ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന വഴിയാട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ ഇന്റർലോക്ക് നമ്മളെ ഓവർബ്രിഡ്ജിൻ്റെ നേരെ അടിയിൽ കൂടി, അതായത് പാലത്തിൻ്റെ അടിയിൽ കൂടി നേരെ പോകുന്നത് കല്ലേരി അമ്പലത്തിലേക്ക് കേട്ടോ. കല്ലേരി അമ്പലത്തിലേക്കാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് കംപ്ലീറ്റ് ഇന്റർലോക്ക് ആട്ടോ വെച്ചിരിക്കുന്നത്, അങ്ങോളം ഇന്റർലോക്ക് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളെ പണ്ടത്തെ റോഡ് കേട്ടോ. ഇത് നമ്മളെ പണ്ടത്തെ റോഡ്. ഒരു പണ്ടത്തെ റോഡിൻ്റെ വീതി കണ്ടോളെ. പണ്ടത്തെ റോഡിൻ്റെ വീതി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? 2, അതായത് കറക്റ്റ് ഇവിടെയുള്ള പണ്ടത്തെ പാലം, അതായത് നമ്മളെ പണ്ട് ഇതിൽ പോയിക്കൊണ്ടിരുന്ന പാലത്തിന്റെ വീതി എന്ന് പറയുന്ന കഷ്ടി ഒരു 2-2.5 മീറ്റർ, അതിലപ്പുറം ഇല്ല. അപ്പോൾ ഒരു വണ്ടി, അതായത് ഒരു കല്ലിന്റെ വണ്ടി, അതായത് ഇതിൽ വലിയ ലോറി കാര്യങ്ങളൊന്നും പോകില്ല കേട്ടോ. നിസാന് കഷ്ടിച്ച് പോകാറുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഇത്ര വീതിയുള്ളൂ ഈ ഒരു പാലത്തിന്. ഇതിലായിരുന്നു പണ്ട് എന്ത് പോയിരുന്നേ, വണ്ടി കാര്യങ്ങളൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പാലം ഈ ഒരു പാലം തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ആനയും അമ്പഴങ്ങ, ആനവായിൽ അമ്പഴങ്ങ തന്നെ പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ചായക്കട ഉണ്ടല്ലോ, എല്ലാവരും കൂടി ചായ കുടിച്ചാലോ? ഒരു തട്ടുകിടന്ന് ചായ കുടിച്ചാലോ എല്ലാവരും കൂടി? നമ്മൾ നേരെ നമ്മൾ ഓർഡറിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പുഴയോരം ചായക്കട എന്ന് പറഞ്ഞിട്ടുള്ള തട്ടുകടയുണ്ട്. ഇപ്പം എന്തായാലും ഇവിടെക്കാർ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ തട്ടുകടയിലെ സ്പെഷ്യൽ, നമ്മൾ തട്ടുകടയിലെ സ്പെഷ്യലാണല്ലോ. അപ്പോൾ പഴംപൊരി ഉണ്ട്, പഴംപൊരി ഇല്ല, മുട്ടപ്പത്തില്ല. ഓ മതി, അതേ വേണ്ടു. കോഴിക്കാരുണ്ട്. വാ വാ വാ, നിൽക്കുന്നുണ്ട്. കോഴിക്കാലുണ്ട് നിങ്ങൾ കടിച്ചു വലിക്കുന്ന? കോഴിക്കാലുണ്ട് നിങ്ങൾ കടിച്ചു വലിക്കുന്ന? അപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് ചായ കുടിക്കണം. എല്ലാവർക്കും കോഴിക്കാലാട്ടോ ഓർഡർ ചെയ്ത ആള്. ചാനസ് കോഴിക്കാൽ എങ്ങനെ കടിച്ചു വലിക്കുക കാണിച്ചേ. കോഴിക്കാലിതാട്ടാ നമ്മള് കപ്പ കൊണ്ട് ഉണ്ടാക്കണം കോഴിക്കാല്. മുട്ടപ്പത്തിലാ? മുട്ടപ്പത്തിലുണ്ടാ? ആ എന്നാ അത് 10 വെച്ച് ഒരു മുട്ടയും 10. അടിച്ചു കുറിച്ചാ പറ്റില്ല. ആനിസ് കണ്ട കഴിക്കുന്ന എന്താ? ആ അങ്ങനെ അല്ലേ ആനിസ? അപ്പൊ ഗൈസ് നമ്മൾ നേരെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് നമ്മളിങ്ങോട്ട് വന്നു. ഇരുടായി, രാത്രിയായി നമ്മൾ. അല്ലേ ആനിസ? എങ്ങനെയുണ്ടായിരുന്നു കോഴിക്കാൽ? എങ്ങനെയുണ്ട്? സൂപ്പറാ പോലെ വണ്ടി വരുന്നുണ്ട്. അപ്പം നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇരുടായി. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനോ പഠിക്കാനൊന്നും പറ്റില്ല, കാരണം അത് വെട്ടം പോയി. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു നല്ല അടിപൊളി വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ജാനിസ നേരിക്ക പറ. ജാനിസ് ഭയങ്കര കളിയാട്ടാ. നയാമി പറ. എല്ലാവരും ബൈ ബൈ കേട്ടാ. അപ്പോൾ മറ്റേ വീഡിയോ കാണാം.